ചെയ്യുവാണ്. ഇന്ന് നമുക്ക് ക്ഷമിക്കുന്ന ആ സ്നേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അവനവൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനവനെ കുറ്റപ്പെടുത്തി നമ്മൾ കിണറ്റിന്റെ നെല്ലിപ്പടി കാണും എന്ന് പറയത്തില്ല ക്ഷമയുടെ, അതുവരെ നമ്മൾ അവനവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ കുറ്റപ്പെടുത്തല് നമ്മൾ ഇപ്പം തുടങ്ങിയതല്ല. നമ്മളെ ചെറുതായിരിക്കുന്ന അവസ്ഥയിൽ മുതൽ, നമ്മുടെ ചെറുപ്പം മുതൽ നമ്മളെ തുടങ്ങിയതാണ് നമ്മളിൽ തന്നെയുള്ള നമ്മുടെ ഈ കുറ്റപ്പെടുത്തൽ. നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആരൊക്കെയാന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മാതാപിതാക്കൾ. നീ അത് ചെയ്ത് ശരിയല്ല, ഇത് ചെയ്തില്ല, നീ അങ്ങനെ ചെയ്യണേ, ഇത് എന്തെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങുന്നതാണ് നമ്മൾ കുറ്റാരോപണം. അപ്പം അത് നമ്മൾ ഏറ്റുപിടിക്കുകയും ചെയ്തു. ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഈഗോ കാരണം നമ്മളത് ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ അത് ശരിയല്ല, എന്തെങ്കിലും കുറ്റാരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ നമുക്ക് വേറെ കാര്യങ്ങളും കാരണങ്ങളും ഒന്നും വേണ്ട. ഞാൻ കറുത്തതാണ്, ഞാൻ അവളെക്കാളും വെളുത്തതല്ല, എന്നെക്കാളും അവൻ്റെ ഹൈറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ അവൻ്റെ സാമർഥ്യം കൂടുതൽ എന്നെക്കാളും. താരതമ്യം ചെയ്ത് നമ്മൾ അവനവനോടുള്ള തന്നെയുള്ള നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കളഞ്ഞു പോയിരിക്കുക നമ്മുടെ കയ്യിൽ നിന്ന്. കാരണം വി ടേക്ക് അവർ സെൽഫ് ഫോർ ഗ്രാൻറ്റഡ്. ഞാൻ എന്നെ തന്നെ എപ്പോഴും ടേക്കം ഫോർ ഗ്രാൻറ്റഡ് എടുക്കാൻ ഞാൻ ശീലിച്ചു കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ, ആ കുറ്റവും എൻ്റെ തലയിൽ ഏക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് നമ്മുടെ കുറഞ്ഞു വരും. ആ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഉള്ളിൽ. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു വിലയുണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ബാക്കിയുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യണം. നോ വൺ ക്യാൻ ഫീൽ മീ ഇൻഫീരിയർ വിതൗട്ട് മൈ കൺസെന്റ് എന്നാണ്. നോ വൺ ക്യാൻ ഫീൽ മീ ഇൻഫീരിയർ വിതൗട്ട് മൈ കൺസെന്റ്. എൻ്റെ അനുവാദം കൂടാതെ ആർക്കും എന്നെ അടിച്ചു താഴ്ത്താൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എപ്പോഴും റെഡിയാണ് ബാക്കി എല്ലാവരുടെയും ചെരുപ്പാകാൻ, ബാക്കി എല്ലാവരുടെയും കാലിൻ്റെ അടിയിൽ ജീവിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. ഇതാണോ അവനവനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്? സ്നേഹിക്കാൻ എത്ര തരം മാർഗങ്ങളുണ്ട്. അപ്പം ആത്മനിന്ദ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പം, അതാണ് ശരിയായ വേർഡ്. ആത്മനിന്ദ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പം നമുക്ക് നമ്മളോട് തന്നെയുള്ള വില കുറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു പേന മേടിക്കുവാണെങ്കിൽ ആ പേനയ്ക്ക് ഫിക്സ് ആയിട്ടുള്ള ഒരു റേറ്റ് ഉണ്ട്. ഒരു പാർക്കറിൻ്റെ പേന മേടിക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ ബോൾ പെന്നിനേക്കാളും സാധാരണ ഇങ്ക് പെന്നിനേക്കാളും അതിന് വില കൂടുതലാണ്. കാരണം അതിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. കർത്താവ് പറയുന്നത് ദൈവം മനുഷ്യനെ അവന്റെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ തന്നെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. അപ്പം ദൈവത്തിന്റെ രൂപത്തിലാണ്, ഭാവത്തിലാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ, ഞാനുള്ളതെങ്കിൽ, എന്നെ പോലെ ഞാനേ ഈ ലോകത്തിലുള്ളൂവെങ്കിൽ, അപ്പോൾ എന്നെ തന്നെ റെസ്പെക്ട് ചെയ്യാനും എന്നെ തന്നെ സ്നേഹിക്കാനുമുള്ള ഒരു
അവകാശം അല്ലെങ്കിൽ ഒരു അധികാരം എനിക്ക് ദൈവം തന്നെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ആലോചിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ, തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, നമ്മൾ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകാം. പക്ഷെ ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ച് വീണ്ടും നല്ലൊരു ജീവിത മാർഗത്തിലോട്ട് നമ്മൾ നടന്നു കയറുമ്പോഴാണ് നമ്മുടെ ജീവിതം എപ്പോഴും സക്സസ്ഫുൾ ആകുന്നത്. പക്ഷെ ആ കുറ്റപ്പെടുത്തലിൻ്റെ ആ മേഖലയിൽ എപ്പോഴും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ല. എൻ്റെ ഉള്ളിലുള്ള ടാലന്റുകൾ, എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ, ഇപ്പം ഒരു പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, എനിക്ക് പാടാനുള്ള കഴിവുണ്ട്, പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ അല്ലെങ്കിൽ രണ്ടുപേരുടെ മുമ്പിൽ എനിക്ക് പാടാൻ കഴിയുന്നില്ല എങ്കിൽ, എൻ്റെ ഉള്ളിൽ കുറേയധികം ആശയങ്ങളുണ്ട്, ആ ആശയങ്ങൾ എൻ്റെ ബാക്കിയുടെ മുമ്പിൽ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, എൻ്റെ ഉള്ളിലുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അത് എൻ്റെ വലിയൊരു കുറവാണ്. ആ കുറ്റപ്പെടുത്തലിൽ നിന്ന്, ഇപ്പോൾ മാതാപിതാക്കളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടിയ കുറ്റപ്പെടുത്തലുകൾ നമ്മളത് ഏറ്റുപിടിച്ചിട്ട് അവർ കുറ്റപ്പെടുത്തിയത് ശരിയാണോ തെറ്റാണോ എന്നറിയാതെ, അവരെ കുറ്റപ്പെടുത്തിയത് ശരിയാണോ തെറ്റാണോ എന്നറിയാതെ നമ്മൾ ഇന്നും ഇപ്പോഴും നമ്മുടെ ജീവിതത്തെ കൂട്ടിക്കുഴച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും എനിക്ക് അവനവനോടുള്ള സ്നേഹം ഇല്ലാതെ അപ്പോഴെങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമോ? ഇന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലോട്ടൊന്ന് കടന്നു ചെല്ലാം. നമ്മുടെ തന്നെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് എവിടെയാണോ എനിക്ക് പാളിച്ചകൾ പറ്റിയത്, എന്നെ തന്നെ സ്നേഹിക്കാൻ എനിക്ക് എവിടേക്കാണോ പാളിച്ചകൾ പറ്റിയത്, ആ സന്ദർഭങ്ങളെ, ആ നിമിഷങ്ങളെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും എല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ചായിരുന്നുകൊണ്ട് ഒരു ധ്യാനാരൂപിയിൽ ഇരുന്നു കൊണ്ട് ശ്വാസോച്ഛ്വാസം എടുക്കാൻ നമുക്ക് ലെറ്റ് us take deep breath. കണ്ണുകൾ അടച്ച് ഒരു ധ്യാനാരൂപിയിലേക്ക് കടന്നു ചെല്ലാം. ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കാം. നമ്മുടെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മളെ തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കണ്ണാടി. ആ കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം കാണുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ തന്നെ കണ്ണുകളിലോട്ട് നമുക്കൊന്ന് നോക്കാം. ആ കണ്ണുകളിൽ എന്താണ് കാണുന്നതെന്ന് നോക്കാം. ആ കണ്ണുകളിൽ സ്നേഹമാണോ, ആകുലതയാണോ, പരാതികളാണോ, വിഷമമാണോ, ദുഃഖമാണോ, സന്തോഷമാണോ? ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് എന്താണ് ഞാൻ എന്നോട് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് എന്നോട് തന്നെ പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. 2 നിമിഷം മൗനമായിരിക്കാം. എൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണ്. ആ കണ്ണുകളിലൂടെ ഞാൻ എന്താണോ ആ റിയാലിറ്റിയിൽ ഞാൻ എന്നെ തന്നെ കാണുകയാണിപ്പം. മുഖംമൂടികൾ ഇപ്പോഴെൻ്റെ മുമ്പിലില്ല. കാരണം ഞാനും എൻ്റെ സ്വന്തം ശരീരവും എൻ്റെ സ്വന്തം ആത്മാവും എൻ്റെ സ്വന്തം മനസ്സുമാണ് എൻ്റെ മുന്നിൽ. ഇവിടെ എനിക്ക് മുഖംമൂടികളുടെ ആവശ്യമില്ല. ഐ ആം ദ വേ ഐ ആം. ഐ ആം ദ വൺ ആസ് ഐ ആം. ദൈവം സൃഷ്ടിച്ച ഞാനും, ഞാൻ അറിയുന്ന ഞാനും, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്ന ഞാനും
ഈ മൂന്ന് ഞാനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, ഈ മൂന്ന് ഞാനും തമ്മിൽ ദൂരമുണ്ടെങ്കിൽ, ആ ദൂരം എത്രത്തോളം കൂടുന്നു അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കൂടും. ദൈവം അറിയുന്ന ഞാനും ഞാൻ അറിയുന്ന ഞാനും മറ്റവരുടെ മുമ്പിൽ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്ന ഞാനും, ഈ മൂന്ന് ഞാനും ഒന്നായിരിക്കണം. ഈ മൂന്ന് ഞാനും ഒന്നാകുമ്പോൾ എനിക്ക് ഉള്ളിൽ സന്തോഷമുണ്ടാവും. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല. എനിക്ക് ഒരു മുഖമോടിയുടെയും ആവശ്യം വരത്തില്ല. കാരണം ഞാൻ ഉള്ളിൽ എന്താണോ അതായിരിക്കും ഞാൻ പുറത്തും. എൻ്റെ ഉള്ളിൽ വിഷമമുണ്ടോ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ ഉള്ളിൽ സന്തോഷമാണോ, പുഞ്ചിരിക്കുന്ന മുഖം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അതല്ല എങ്കിൽ, എൻ്റെ ഉള്ളിൽ ഞാനൊരു കരയുന്ന ഞാനാണെങ്കിൽ, എൻ്റെ ഉള്ളിൽ വിഷമങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു പൊയ്മുഖം വയ്ക്കേണ്ടി വരും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. നമുക്ക് ആ ഒരു തിരിച്ചറിവിലോട്ട് വരാം. ഞാൻ അറിയുന്ന ഞാനും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഞാനും ദൈവം സൃഷ്ടിച്ച ഞാനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നമുക്കൊന്ന് കാണാം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാം, സ്വീകരിക്കാം. എൻ്റെ നിറം എന്തായാലും, എൻ്റെ ഉയരം എന്തായാലും, എൻ്റെ ശരീരപ്രകൃതി എന്തായാലും, എൻ്റെ രൂപം എന്തായാലും, ഭാവം എന്തായാലും, അതെല്ലാം ഞാനെന്ന വ്യക്തിയാണ്. ഐ ഷുഡ് അക്സെപ്റ്റ് മൈ സെൽഫ് ദ ഫസ്റ്റ്. ഞാൻ എന്നെ തന്നെ സ്വീകരിക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ അറിഞ്ഞ് സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരും എന്നെ സ്വീകരിക്കാൻ തുടങ്ങും. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ കണ്ടുകൊണ്ട് ആ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന എൻ്റെ തന്നെ രൂപത്തെ നോക്കിക്കൊണ്ട് നമുക്കിന്ന് നമ്മുടെ ദിവ്യമന്ത്രം തുടങ്ങാം. അവനവനോട് തന്നെ ക്ഷമിക്കാൻ, അവനവനോട് തന്നെ പൊറുക്കാൻ, അവനവനോട് തന്നെ മാപ്പ് ചോദിക്കാൻ, അവനവനെ സ്നേഹിക്കാൻ, അവനവനോട് നന്ദി പറയാൻ നമുക്ക് ഈ സമയം ചെലവഴിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് നമ്മുടെ ദിവ്യമന്ത്രം ആരംഭിക്കാം. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. ഓരോ വാക്കുകളും നമ്മുടെ ഉള്ളിൽ തട്ടട്ടെ, അർത്ഥമറിഞ്ഞുകൊണ്ട് നമുക്ക് വാക്കുകൾ ഉരുവിടാം. I am sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry.
please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. അവനവനോട് തന്നെ ഈ വാക്കുകൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ഉള്ളിൽ ചലനം ഉണ്ടാകുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. ഉള്ളിൻ്റെ ഉള്ളിലെ പല അറകളും തുറന്നു വരുന്നത് നമുക്ക് അനുഭവപ്പെടും. ഉള്ളിൻ്റെ ഉള്ളിലെ ശൂന്യതകളിലേക്ക് ദൈവസ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിറയാൻ തുടങ്ങും. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. I'm sorry, please forgive me, I love you, thank you. കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ തന്നെ പ്രതിബിംബത്തിൽ ആ കണ്ണുകളിൽ നോക്കിയാണ് നാം ഈ 4 മന്ത്രങ്ങൾ ഉരുവിടുന്നത്. അവനവനോട് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് ഐ ആം സോറി എന്ന്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ ഐ ആം സോറി പറയാൻ എന്ത് തിടുക്കുവാൻ നമുക്ക്. പ്ലീസ് ഫോർഗീവ് മീ. അവനവനോട് തന്നെ എപ്പോഴെങ്കിലും നമ്മൾ മാപ്പ് വീഴ്ചിട്ടുണ്ടോ? നെവർ. ബിക്കോസ് വി ടേക്ക് അസ് ഫോർ ഗ്രാൻറ്റഡ്. ഐ ലവ് യു. ബാക്കിയുള്ളവരോട് ഐ ലവ് യു പറയാൻ എന്ത് എളുപ്പമാണ് നമുക്ക്. പക്ഷെ അവനവനോട് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. താങ്ക് യു. അവനവനോട് എപ്പോഴും താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സമയം. നമുക്ക് നമ്മളോട് തന്നെ അനുരഞ്ജനപ്പെടാനുള്ള സമയമാണിത്. ഐ ആം സോറി അർത്ഥമറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ പറയാം ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. താങ്ക് യു. I'm sorry, please forgive me. I love you. Thank you. I'm sorry, please forgive me. I love you. Thank you. I'm sorry, please forgive me. I love you.
Thank you. Keep on repeating. Keep on repeating these words. I am sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. I'm sorry. Please forgive me. I love you. Thank you. തുടർച്ചയായി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് ഈ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങളെ നമുക്ക് അനുഭവിച്ചറിയാം നമ്മുടെ അനുദിന ജീവിതത്തിൽ. ഐ ആം സോറി എന്ന് അവനവനോട് തന്നെ നമ്മൾ പറയുമ്പോൾ, പ്ലീസ് ഫോർഗീവ് മീ എന്ന് നമ്മൾ അവനവനോട് തന്നെ പറയുമ്പോൾ ഉള്ളിൽ വലിയൊരു സമാധാനം, വലിയൊരു ശാന്തി നമുക്ക് അനുഭവപ്പെടും. ഇതുവരെയുള്ള ഭാരങ്ങൾ, കുറ്റപ്പെടുത്തലിൻ്റെ ആ ഭാരങ്ങൾ, ഒറ്റയ്ക്ക് ചുമന്ന കുറ്റബോധങ്ങളുടെ ആ വലിയ പാറക്കല്ലുകൾ എല്ലാം മാറിപ്പോകും. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു വലിയൊരു ലൈറ്റ് നമുക്ക് ഫീലാവും, നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ധ്യാനമാർഗമാണിത്. എപ്പോഴും എവിടെ വേണമെങ്കിലും ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും കിടന്നുകൊണ്ടും നമുക്ക് ജപിക്കാൻ പറ്റുന്ന നാലേ നാല് വാക്കുകൾ. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. കുറേയധികം പേരുടെ ജീവിതങ്ങൾ മാറിയത് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് ആവർത്തിക്കാം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. നാളെ
ഈ നിമിഷം വരെ നമ്മൾ അവനവനോട് തന്നെ അവനവനുമായിട്ടുള്ള നമ്മുടെ ഒരു അനുരഞ്ജനത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ഈ മന്ത്രം, ഈ 4 വാക്കുകൾ നമ്മൾ ഉരുവിടുന്നത്. നാളെ നമ്മൾ കാണുമ്പം നാളെ മുതൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മളും നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെ ഏതെല്ലാം രീതിയിൽ ആ ബന്ധത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെയെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ മന്ത്രം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മളും അവരുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മന്ത്രം നാളെ മുതൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ തുടങ്ങും. അടുത്ത 3 ദിവസത്തേക്ക്. നാളെ ഈ നിമിഷം വരെ നമ്മൾ അവനവന് വേണ്ടി കണ്ണാടിയിൽ അവനവൻ്റെ രൂപം കണ്ടുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് മന്ത്രം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, താങ്ക് യു. താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് മീ. പ്രാർത്ഥിക്കുക. നാളെ വൈകിട്ട് നമുക്ക് ഈ 6 മണിക്ക് തന്നെ ഗ്രൂപ്പിൽ നോക്കാം. എന്നിട്ട് നോക്കാം എല്ലാവരുടെ സമയം എങ്ങനെയാണ്. അതിനനുസരിച്ച് നമുക്ക് സമയം ഒന്ന് ചെറുതായിട്ട് മാറ്റേണ്ട വരുമെന്ന് തോന്നുന്നു. ലെറ്റ് us decide tomorrow. ഓക്കെ. ഇന്നൊരു സിസ്റ്റം കൂടെ കേറിയിട്ടുണ്ട്. രണ്ടുപേർക്ക് കയറാൻ പറ്റാത്തതാണ്, ചിലർക്ക് കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഈ സിസ്റ്റേഴ്സ് ആണ്ട് ഈ സമയത്ത് ചിലരൊക്കെ കയറുമായിരിക്കും. ഈ സമയത്ത് അല്ലേ? നാളെ നോക്കാം സാറേ, നാളെ കൂടെ നോക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ഞാൻ എന്താ പറയണേ,